ജയറാമേട്ട നോർമലി പറഞ്ഞ പോലെ കഴിഞ്ഞ ലാസ്റ്റ് മലയാളത്തിൽ 1000 ആശകളായിരം അതിലെ ഒരു സീനുണ്ട്. അപ്പോൾ ജയറാമേട്ട വാട്ട് ഈസ് ആൻ ആക്ടർ എന്ന് ചോദിച്ചു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെന്റ്, ഒരു സ്ക്രീനിൽ ഒരു പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ജയറാമേട്ട ആ ഒരു സീൻ ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സീനുണ്ടല്ലോ, ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റുന്ന ഒരു കലാകാരനകത്താവുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും മൾട്ടി ലാംഗ്വേജിൽ ഒരേപോലെ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞത് ചെറിയൊരു പ്രോസസ്സല്ല. എന്താണ് അതിന്റെ ഒരു സ്പിരിറ്റ് ആൻഡ് ഫയർ എന്നാണ് ജയറാമേട്ടൻ? എന്ത് ഞാൻ ഇതിനൊരു എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. എന്താ പറയുക, അതിന് ഒന്നുമില്ല. ഞാനൊരു ബേസിക്കായിട്ടൊരു എന്താ പറയുക, ഇപ്പോൾ പലതും പറയില്ല, മെത്തേഡ് ആക്ടർ അത് ഇത്. ഞാൻ ഇന്നേ വരെ ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും, തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡമാണെങ്കിലും നമ്മുടെ ഭാഷയാണെങ്കിലും ഒന്നും അത് പ്രിപ്പയർ ചെയ്യുകയോ എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ബേസിക്കായിട്ട് ഒരു ജന്മനാ ഒരു ഭയങ്കര ആക്ടറായിട്ടൊന്നുമല്ല. സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് നിന്ന് അങ്ങനെ സിനിമയിലേക്ക് വന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഡയറക്ടേഴ്സ് എല്ലാവരും, പത്മരാജൻ സാർ തൊട്ട് സിബി മലയിൽ സാർ തൊട്ട് IV ശശി തൊട്ട് രാജസേനൻ തൊട്ട് മറ്റ് എല്ലാം, സത്യനന്ദിക്കാട്, കമൽ, അങ്ങനെ എല്ലാം നല്ല 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 ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അവർ നന്നാക്കി അതിനെ മോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് അത് കുറച്ചായിട്ട് അവിടെ നിന്ന് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും അതങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ വന്നിട്ട് അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമോ ഡയറക്ടറുടെ ചോയ്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവാറുണ്ട്. അതിലൊരു ദൈവാധീനവും എല്ലാം അങ്ങനെ പോകും. അത് തന്നെ.